രണ്ടാമത്തെ ബ്ലണ്ടർ എന്ന് പറയുന്നത് റണ്ണിങ് ആഫ്റ്റർ മണി. നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ പല ആളുകളും കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, എടാ ആ ജോലി ചെയ്യണ്ട, ആ ജോലിക്ക് ഇത്ര ശമ്പളമുള്ളൂ, എടാ ഈ ജോലി ചെയ്യണ്ട, ഈ ജോലിക്ക് ഇത്ര ശമ്പളമുള്ളൂ. നീ ഈ രണ്ട് ജോലിക്കും പോകരുത്, പകരം മറ്റേ ജോലിക്ക് പോവുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് സാലറി അതിൽ നിന്ന് കിട്ടും. റണ്ണിങ് ആഫ്റ്റർ മണി. ഒരു പ്രൊഫഷനോ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറോ തീരുമാനിക്കുന്നത് ക്യാഷിന്റെ ബേസിലാണെങ്കിൽ യു ആർ ഡിസ്ട്രോയിങ് യുവർ ഫ്യൂച്ചർ. അവിടെ നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും നിങ്ങളുടെ മൈൻഡ് സെറ്റുമാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ നിലവിലുള്ള സ്കില്ല്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇതനുസരിച്ച് മാത്രമാണ് നിങ്ങൾ ഏതൊരു കോഴ്സും ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ക്ലർക്കിന്റെ ഒരു ജോലി, ഈ ക്ലർക്കിന്റെ ജോലിക്ക് നിങ്ങൾ ഈ കോഴ്സാണ് പഠിക്കേണ്ടത് എന്ന് വെക്കുക. അപ്പോൾ പല പാരൻസും ഇടപെട്ട്, എടാ ക്ലർക്കിന്റെ ജോലി എന്തിനാണ്, ക്ലർക്കിന്റെ സാലറി വളരെ കുറവാണ്, പക്ഷെ ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്ലർക്ക്. ഒരു ക്ലർക്കാകാനുള്ള സ്കില്ലും ഒരു ക്ലർക്കാകാനുള്ള ആപ്റ്റിറ്റ്യൂഡും മാത്രമേ അവനക്കുള്ളൂ. നമ്മളെ മക്കളെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. ലോകത്ത് ഏറ്റവും കൂടുതൽ ധാരണ ഉണ്ടാവുക സ്വന്തം മക്കളെ കുറിച്ച് മാത്രമാണ്. വേറെ ആരെക്കുറിച്ച് നമ്മളുടെ ധാരണ തെറ്റിക്കഴിഞ്ഞാലും സ്വന്തം മക്കളെ കുറിച്ചുള്ള ധാരണ നമുക്ക് തെറ്റില്ല. ഏത് പാരൻസിനും തെറ്റില്ല. എത്ര സാറുമാരായാലും പാരൻസിന്റെ അത്ര ധാരണയൊന്നും ഒരു സാറിനും ഒരു കുട്ടിയെ കുറിച്ച് ഉണ്ടാവില്ല. ഇവന്റെ സ്കില്ലും കഴിവും സാമർഥ്യവും എന്താവും അല്ലേ? എഡിസനെ കുറിച്ച് എഡിസന്റെ അമ്മയ്ക്കൊരു ധാരണ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എഡിസൺ വിജയിച്ചത്. എഡിസനെ സ്കൂളിൽ ഈ കുട്ടി മന്ദബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞയച്ചിട്ട് പോലും എഡിസന്റെ അമ്മയ്ക്ക് എഡിസൺ ആരാണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉള്ളത് കൊണ്ട് എഡിസൺ ജീവിതത്തിൽ വിജയിച്ചു. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടീച്ചർക്കും ഒരാൾക്കും ഒരു നാട്ടുകാരനും ഒരു അയൽവാസിക്കും ഒരു കസിൻസിനും നമ്മളെ മക്കളെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല. നമ്മളെ ധാരണയാണ് നമ്മളെ മക്കളെ കുറിച്ച് എപ്പോഴും ശരി. അയൽവാസികൾ പറയുന്നത് കേട്ട് നമ്മുടെ മക്കളെ കുറിച്ചുള്ള തെറ്റായ ധാരണകളും ശരിയായ ധാരണകളും നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. നോട്ട് ദി പോയിന്റ്. തെറ്റായ ധാരണകളും ശരിയായ ധാരണകളും പോലും നമുക്ക് നമ്മളെ കുറിച്ച് മക്കളെ കുറിച്ച് നമുക്ക് എന്താ അറിയോ, 100% അത് ഷുവർ ആയിരിക്കും. 100%. അപ്പൊ ആ കുട്ടിയോട് നീ ക്ലറിക്കൽ ജോബ് ചെയ്യലടാ, നീ IAS പോയി കഴിഞ്ഞാൽ കൂടുതൽ സാലറി കിട്ടും. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ചാർട്ടേഡ് അക്കൗണ്ടേക്ക് പഠിച്ചോട്ടാ. ചാർട്ടേഡ് അക്കൗണ്ടേക്ക് പഠിക്കുമ്പോൾ ഒരുപാട് നിങ്ങളുടെ ഒപ്പിനാണ് പൈസ, ഒരുപാട് ക്യാഷ് നിങ്ങൾക്ക് ഒരുപാട്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പറഞ്ഞു കേട്ടതോ, നിങ്ങളുടെ കുടുംബക്കാർ പറഞ്ഞു കേട്ടോ, കസിൻസ് പറഞ്ഞത് കേട്ടതോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും വായിച്ചതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എല്ലാ പാരൻസിനും വിദ്യാഭ്യാസം ഉണ്ടാവില്ല, എല്ലാ പാരൻസിനും എല്ലാത്തിനെയും കുറിച്ചും അറിവുണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ കാണുക. അപ്പൊ അവരോട് പറയുന്നു CA എടുക്കാൻ പറയുന്നു, കാരണം CAക്ക് കൂടുതൽ പൈസ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാണെങ്കിൽ CFA എടുക്കാൻ പറഞ്ഞു, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഭയങ്കരമായ സാലറി. അപ്പൊ ആ കോഴ്സ് ചൂസ് ചെയ്തോ, ഈ കോഴ്സിന് പോകേണ്ടതാണ്. നിങ്ങളും ചിന്തിക്കുന്നത് റണ്ണിങ് ആഫ്റ്റർ മണി, ക്യാഷിന്റെ പുറകിലാണ് ഈ കുട്ടിയോട് നിങ്ങൾ കരിയറും പ്രൊഫഷനും ചൂസ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ആ കുട്ടിയുടെ സ്കില്ലോ ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡോ ഒന്നും നിങ്ങൾ പരിഗണിക്കുന്നില്ല. ലോകത്തുള്ള എല്ലാ ജോലിയും അടിപൊളി ജോലിയാണ്. ലോകത്തുള്ള എല്ലാ ജോലിയും, തൂപ്പ് ജോലി മുതൽ ലോകത്തുള്ള വലിയ ഏത് നമ്പർ 1 ജോലിയാണോ, ഈ ജോലിയെല്ലാം അടിപൊളി ജോലിയാണ്. പക്ഷേ എല്ലാ ജോലികളും എല്ലാ വ്യക്തികൾക്കും ഉള്ളതല്ല. ഈ ലോകത്ത് എല്ലാ ജോലിയും എവരി ജോബ് ഈസ് ഗുഡ്, ബട്ട് എവരി ജോബ് ഈസ് നോട്ട് മീൻ ഫോർ യു. ലോകത്തുള്ള എല്ലാ ജോലിയും അടിപൊളിയാണ്, പക്ഷെ എല്ലാ ജോലിയും നിനക്കുള്ളതല്ല, നിങ്ങളുടെ മക്കൾക്കുള്ളതല്ല. അപ്പൊ നിങ്ങളുടെ സ്കില്ലിനും ആപ്റ്റിറ്റ്യൂഡിനും അനുസരിച്ച് നിങ്ങൾ ഒരു ജോലി ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇതിനിത്ര സാലറി, അതിനത്ര സാലറി, മറ്റതിനും അത്ര കൂടുതൽ സാലറി എന്നതിന്റെ പുറകിൽ നിങ്ങൾ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഡിസ്ട്രോയിങ് യുവർ ഫ്യൂച്ചർ. നിങ്ങൾ നിങ്ങളുടെ ഭാവി കളയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി കളയുന്നു. ഒരു കാരണവശാലും ആ രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ പാടില്ല. പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, CA, CMS, CFA അല്ലെങ്കിൽ BCom വിത്ത് അക്കൗണ്ടിങ്, BCom മറ്റുള്ള പല കോഴ്സ് ഏതിനാണ് കൂടുതൽ സാലറി? ഐ വോണ്ട് ടു ചൂസ് ദ മോസ്റ്റ് അവൈറ്റിംഗ്. ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ജോലി എനിക്ക് ചൂസ് ചെയ്യണം, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജോലി എനിക്ക് ചൂസ് ചെയ്യണം. ഇഫ് യു വാണ്ട് മോർ മണി യു ഹാവ് ടു ഡു ബിസിനസ്. നിങ്ങൾക്ക് കൂടുതൽ പൈസയാണ് വേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ ജോലി ചെയ്യരുത്, ദയവ് ചെയ്ത് നിങ്ങൾ ബിസിനസ് ചെയ്യും.
CA-ക്കാണോ, ACCA-ക്കാണോ, CMA-ക്കാണോ, CS-നാണോ, CFA-ക്കാണോ, CFP-ക്കാണോ കൂടുതൽ സാലറിന്റെ പുറകിൽ നിങ്ങൾ ഹൗ ഡെയർ യു ടു ആസ്ക് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ? എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ? കാരണം CS എന്ന് പറയുന്ന ഒരു പഠിക്കുന്ന ഒരു കുട്ടിയുടെ സ്കില്ലല്ല CA-ക്കാരനുള്ളത്. CA എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ആ ഒരു സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും ഉള്ള കുട്ടിയല്ല ACC എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കേണ്ടത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇതിലോട്ട് എത്തുന്നു? ACCA-ക്കാരന് മാപ്പി 2 lakh 4 lakh സാലറി കിട്ടുന്നുണ്ടാവും. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് CA-ക്കാണ് കഴിവെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് CA ചൂസ് ചെയ്തുകൂടാ? അല്ലെങ്കിൽ നിങ്ങൾക്ക് CS-നാണ് കഴിവെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് CS ഈസ് ആൾസോ എ ഗുഡ് കോഴ്സ്. എവരി ജോബ് ഈസ് ഗുഡ്, ബട്ട് എവരി ജോബ് ഈസ് നോട്ട് ഫോർ യു. ഈ ലോകത്തുള്ള എല്ലാ ജോലികളും അടിപൊളിയാണ്, പക്ഷേ എല്ലാ ജോലിയും നിനക്കുള്ളതല്ല, എല്ലാ ജോലിയും നിങ്ങളുടെ മക്കൾക്കുള്ളതല്ല. ഒരു കോഴ്സിൻ്റെയും പുറകിൽ ക്യാഷ് ബേസ്ഡ് ആയിട്ട് ഒരു കോഴ്സിന് ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ക്ലർക്ക് ആകാനുള്ള സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ക്ലർക്കായിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ക്ലർക്കായിട്ടേ നിങ്ങൾ കാര്യമുള്ളൂ. ഇനി നിങ്ങൾ ഒരു ക്ലർക്കാകാനുള്ള സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് കരുതി നിങ്ങൾ ബാക്കോട്ട് അടിയാൻ പാടില്ല. കാരണം എന്താ, നമ്മൾ മെയിൻ പോയിന്റ് ഈസ് സ്കിൽ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം, അഭിരുചി, നമുക്ക് ചിലപ്പോൾ ചെറുപ്പത്തിലോ നമ്മൾ ഇൻഫർമേഷൻസ് എൻവിയോൺമെന്റ് എന്നൊക്കെ കിട്ടിയതായിരിക്കാം. പക്ഷെ സ്കിൽ ദാറ്റ് ക്യാൻ ബി ഡെവലപ്പബിൾ. നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ജന്മനാ കിട്ടുന്നതിന് ഗിഫ്റ്റ് എന്നാണ് പറയാം. ബാക്കി ലോകത്തുള്ള എല്ലാ സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു പരാജിതനാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, നിങ്ങൾക്ക് സ്പോക്കൺ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഞാൻ +1 +2 കൊമേഴ്സ് സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടില്ല, എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്കൊരു CA-ക്കാരനോ ACCA-ക്കാരനോ CFA-ക്കാരനാനും CPA-ക്കാരനും ആകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരിക്കലും അല്ല. നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം, പക്ഷേ യു ഹാവ് ടു ഡെവലപ്പ് ദ റൈറ്റ് സ്കിൽ അറ്റ് ദ റൈറ്റ് ടൈം. നിങ്ങൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഏതൊരു 0 അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഏത് ആളാകാനും നിങ്ങൾക്ക് ഏതൊരു പൊസിഷനിലും എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് ലോകത്തുള്ള ഏത് കോഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പക്ഷെ അതല്ല ക്യാഷിന്റെ ബേസിലാവരുത്. നിങ്ങളുടെ സ്കില്ലിന്റെയും ആപ്റ്റിറ്റ്യൂഡിന്റെയും ബേസിലായിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ CA-ക്കാരാണ് നമ്മളെ നാട്ടിൽ ഒരു ആനുവൽ ഇൻകം 8 lakh rupees ആണ് എന്ന് വെക്കുക. ഒരു ACCA-ക്കാരന് 12 lakh rupees ആണ് എന്ന് വെക്കുക. പക്ഷെ യു നീഡ് മോർ മണി. നിങ്ങൾക്ക് 12 ലക്ഷം രൂപ വർഷം ശമ്പളം വേണം, അതായത് മന്ത്ലി 1 lakh നിങ്ങൾക്ക് സാലറി വേണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹം. യു ആർ റണ്ണിങ് ഔട്ട് ഓഫ് മണി. നിങ്ങൾ ക്യാഷിന്റെ പുറകിലാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഗുഡ്. ഓക്കെ, ക്യാഷിന്റെ പുറകിൽ പോകാൻ പാടില്ല, പക്ഷെ നിങ്ങൾക്ക് 12 ലക്ഷം രൂപ വേണം, നിങ്ങളുടെ ഡ്രീം അതാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്യാഷിന്റെ പുറകിൽ പോകുന്നതിന് പകരം ഒരു ACCA-ക്കാരൻ എങ്ങനെ ആകാം എന്നുള്ളതിന്റെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇഫ് യു ഡോണ്ട് ഹാവ് എ റൈറ്റ് സ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ബി സക്സസ്ഫുൾ. നിങ്ങൾ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് 20 ലക്ഷം രൂപ വേണമെങ്കിൽ ACCA-ക്കാരനായാലും 20 ലക്ഷം രൂപ കിട്ടും, CA-ക്കാരനായാലും കിട്ടും. CFP ലോകത്ത് 10ഓളം പ്രൊഫഷണൽ കോഴ്സുകൾ തന്നെ അവൈലബിൾ ആണ്. 10ഓളം. നിങ്ങൾക്ക് ചിലപ്പോൾ CS, CMA മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. ഈ വീഡിയോ അധികം ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള സ്കില്ല് നിങ്ങൾക്കില്ലെങ്കിൽ ആ സ്കില്ലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ 20 ലക്ഷം രൂപയുടെ കോഴ്സ് ഉണ്ട്, അത് പോയി ചെയ്യാം. 30 ലക്ഷം രൂപ കിട്ടുന്ന കോഴ്സ് ഉണ്ട്, അത് പോയി ചെയ്യാം. അങ്ങനെ പോയി ചെയ്യല്ല. ആ ജോലിക്ക് ആവശ്യമായ ആ ഒരു മേഖലയിൽ ആ ഒരു പ്രവർത്തന മണ്ഡലത്തിൽ വിജയിക്കാൻ ആവശ്യമായ സ്കില്ലും കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഡോണ്ട് റൺ ആഫ്റ്റർ മണി. ഒരു പ്രൊഫഷൻ പോലും ക്യാഷ് ബേസ്ഡ് ചൂസ് ചെയ്യരുത്. ഒരു പ്രൊഫഷൻ പോലും ക്യാഷ് ബേസ്ഡ് ചൂസ് ചെയ്യാൻ, എടാ അതിന് പോയ എത്ര സാലറി, ഈ കോഴ്സിന് പോയ എത്ര സാലറി, മറ്റേ കോഴ്സിന് പോയ ഇത്ര സാലറി എന്ന് പറഞ്ഞ് ഒരു തരത്തിലും നിങ്ങളുടെ സ്റ്റുഡൻസ്, നിങ്ങളുടെ വിദ്യാർത്ഥികളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉപദേശിക്കാൻ പാടില്ല. ഒരു തരത്തിലും ഉപദേശിക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് യു ഡോണ്ട് അഡ്വൈസ് യുവർ ചൈൽഡ്. നിങ്ങളുടെ മക്കളെങ്കിലും, ഇതിപ്പോൾ കാണുന്നത് ഒരു +1 +2 ഡിഗ്രിയോ BCom PhD ഒക്കെ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളുടെ മക്കളെങ്കിൽ പോലും, നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെങ്കിൽ പോലും നിങ്ങൾ ഇത് പറഞ്ഞ് ഉപദേശിക്കരുത്.
അവരേതാണോ അവർക്ക് വേണ്ടത്, എത്രത്തോളം രീതിയിലുള്ള ജീവിതമാണോ അവർക്ക് വേണ്ടത്. അവർ ചിലപ്പോൾ ചെറിയ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ നല്ല ജീവിതം ആഗ്രഹിക്കുന്ന ആൾ, ചിലപ്പോൾ ഒരു ആവറേജ് ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് പല രീതിയിലുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത്, അതിനനുസരിച്ചുള്ള സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിലുള്ള സ്കില്ലുകൾ റൈറ്റ് ടൈമിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് സീറോ ആയിട്ടുള്ള ആൾക്കും ഏത് കോഴ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഏത് മേഖലയിലും വിജയിക്കാനായിട്ട് സാധിക്കും. യു ഓൺലി നീഡ് സ്കിൽ, ഡോണ്ട് റൺ ആഫ്റ്റർ മണി. മൂന്നാമത്തെ ബ്ലണ്ടർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റിസർച്ച് ആണ്. ലാക്ക് ഓഫ് റിസർച്ച്. ഒരു കരിയറോ ഒരു പ്രൊഫഷനോ ചൂസ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുമില്ലാത്ത റിസർച്ച് നടത്താതെ അങ്ങ് ചൂസ് ചെയ്യും. തിങ്ക് അബൌട്ട് ദിസ്. ആഫ്റ്റർ +2 അല്ലെങ്കിൽ ആഫ്റ്റർ ഡിഗ്രി എന്തൊക്കെ പ്രൊഫഷൻസ് ആണ് നിങ്ങളെ മനസ്സിൽ ആദ്യം വരുന്നത്? പാരൻസ് ആണെങ്കിൽ പാരൻസും ചിന്തിക്കുക, സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളും ചിന്തിക്കുക. എന്താണ് നിങ്ങളെ മൈൻഡിലോട്ട് ആദ്യം വരുന്ന പ്രൊഫഷൻസ്? എന്തൊക്കെ പ്രൊഫഷൻസ് നിങ്ങൾക്ക് അറിയാം? ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ, ടീച്ചർ, നഴ്സ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അക്കൗണ്ടന്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു ACCA, കമ്പനി സെക്രട്ടറി. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകത്ത് ഈ ജോലികൾ മാത്രമാണ് അവൈലബിൾ എന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേറെ ഒരു കോഴ്സും ഈ ലോകത്ത് ഇല്ലാന്ന്? ഈ ലോകത്തുള്ള ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാം ഈ കോഴ്സ് എടുത്ത ആളുകളാണോ? ആഫ്റ്റർ +2 കഴിഞ്ഞതിന് ശേഷം ഒരു കൊമേഴ്സ്, ചിലപ്പോൾ നിങ്ങൾ കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ ചൂസ് ചെയ്ത ആളുകളായിരിക്കും. ആഫ്റ്റർ കൊമേഴ്സ് എടുത്തതിന് ശേഷം നിങ്ങളെ മനസ്സിലോട്ട് ഏതൊക്കെ കോഴ്സുകൾ കടന്നു വരുന്നുണ്ട്? BCom, BBA, CA, ACCA, CS, വേറെ ഏതെങ്കിലും കോഴ്സ് വരുന്നുണ്ടോ? ഇത്ര കോഴ്സ് അല്ലേ? ഇതാണ് പ്രശ്നം. ഇനി സയൻസ് എടുത്തതിന് ശേഷം, സയൻസ് ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കോഴ്സാണ് നിങ്ങളെ മനസ്സിലോട്ട് വരുന്നത്? ഡോക്ടർ, അല്ലെങ്കിൽ BSc കെമിസ്ട്രി, BSc നഴ്സിംഗ്, അല്ലെങ്കിൽ നമുക്ക് സയൻസ് എടുത്തതിന് ശേഷം എഞ്ചിനീയറിംഗ്, IIT പോലുള്ള സ്ഥലങ്ങളിൽ പോകാം. വേറെ എന്തെങ്കിലും നിങ്ങളെ മനസ്സിലോട്ട് വരുന്നുണ്ടോ? ലോകത്ത് ഇത്ര കോഴ്സുകൾ മാത്രമാണ് അവൈലബിൾ. ഹ്യൂമാനിറ്റീസ് എടുത്ത ആളുകൾ എന്ത് പഠിക്കും? ഹ്യൂമാനിറ്റീസുകാർക്ക് യാതൊരു സാധ്യതയില്ലല്ലോ. ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏതാ പഠിക്കുക? BA ഹിസ്റ്ററി പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ്. ഹ്യൂമാനിറ്റീസുകാർ പോകണം, IASനോ IPSനോ ഹ്യൂമാനിറ്റീസുകാർക്ക് പോകാം. വേറെ കോഴ്സുകളൊന്നും ഹ്യൂമാനിറ്റീസുകാർക്ക്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? There are lot of tremendous courses available. ഒരുപാട് കോഴ്സുകൾ ഈ ലോകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. ഈ കോഴ്സുകൾ മാത്രം പഠിക്കുന്നത് കൊണ്ടാണ് പല ആളുകളും സക്സസ്ഫുൾ ആകാത്ത ലൈഫിൽ. പല ആളുകൾക്കും അവർക്ക് വിചാരിച്ച ജോലി കിട്ടാത്തത്. കാരണം ദേ ആർ നോട്ട് ലാക്ക് ഓഫ് റിസർച്ച് ചെയ്യുന്നില്ല. എന്തൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ, എനിക്ക് എന്തൊക്കെ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. ചോക്ലേറ്റിൽ PhD ഉണ്ട്, അത് നിങ്ങൾക്കറിയോ? ചോക്ലേറ്റിൽ PhD, ഡു യു നോ ദാറ്റ്? ചോക്ലേറ്റിൽ PhD, ഡു യു നോ? നിങ്ങൾക്കറിയോ? കോടികൾ ശമ്പളം വാങ്ങുന്നവരാണ് ചോക്ലേറ്റിൽ PhD, നെസ്ലെ പോലുള്ള കമ്പനികളിൽ. ഡു യു നോ ദാറ്റ്? നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ പാഷൻസ് ഉണ്ടാവില്ല, ഒരുപാട് പാഷൻസ് ഉണ്ടാവില്ല. നിങ്ങൾ BCom എടുത്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ പാഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? നിങ്ങൾ +1 +2 കൊമേഴ്സ് എടുത്ത് അല്ലെങ്കിൽ സയൻസ് എടുത്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പാഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും? നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ട എന്തോരം കോഴ്സുകൾ ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? ഒരുപാട് കോഴ്സുകളുണ്ട്. ലാക്ക് ഓഫ് റിസർച്ച് നടത്തുന്നില്ല പല ആളുകളും. എന്തൊക്കെ കോഴ്സുകളാണ് ഈ ലോകത്ത് അവൈലബിൾ? ഈ നാട്ടിലില്ലെങ്കിൽ വിദേശത്ത് വേറെ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്? ലാക്ക് ഓഫ് റിസർച്ച്, ദ തേർഡ് ബ്ലണ്ടർ ദാറ്റ് വിൽ ഡിസ്ട്രോയ് യുവർ ഫ്യൂച്ചർ. പല ആളുകളും റിസർച്ച് നടത്താതെ ഓരോ കോഴ്സുകൾ പോയി ചൂസ് ചെയ്യും. നിങ്ങളുടെ പാഷന് പറ്റിയ, നിങ്ങൾക്ക് ഫാഷനെ കുറിച്ച് പഠിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് അറിയോ? നാഷണലൈസ്ഡ് സ്ഥാപനത്തെ കുറിച്ച് അറിയോ? ഫുഡ് വെയറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച്, ഡിസൈനിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾക്കറിയോ? അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. കോടികളും ലക്ഷങ്ങളും വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. കോടികൾ ശമ്പളം കിട്ടുന്ന MBA കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്കറിയോ? എന്തിനധികം പറയണം, ഈ CA, ACCA, CMA, CPA അല്ലാത്ത 10ൽ കൂടുതൽ പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൊഫഷണൽ കോഴ്സുകൾ ഓൺലി ഫോർ കൊമേഴ്സിന്റെ മാത്രം മേഖലയിലുള്ള 10ൽ കൂടുതൽ പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെറും ACCA, CPA ഇത് മാത്രമാണോ ഉള്ളത്? ബാച്ചിലർ ഇൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, BBI എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
CPA എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഞാൻ ഇവിടെ ജസ്റ്റ് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ റിസർച്ച് നടത്തുന്നില്ല, നിങ്ങൾ റിസർച്ച് ചെയ്യാതെയാണ് പല പ്രൊഫഷൻസ് ചൂസ് ചെയ്തിട്ടുള്ളത്, പല കരിയർ പാത്തുകളും ചൂസ് ചെയ്തിട്ടുള്ളതിലുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമേ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും കരിയർ ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ഭാവി തകർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വലിയ മറ്റുള്ള കോഴ്സുകൾ എടുത്ത് MCOM എടുത്ത ആളുകളെ എനിക്കറിയാം, BCOM എടുത്ത ആളുകളെ അറിയാം, MBA എടുത്ത ആളുകളെ എനിക്കറിയാം. ഫ്യൂച്ചർ ഇല്ലാതെ, ജോലി ഇല്ലാതെ, അവരുടെ പാഷൻ ഫോളോ ചെയ്യാതെ, അവരുടെ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യാതെ 10ാം ക്ലാസ് തോറ്റ, +2 തോറ്റ വൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ എനിക്കറിയാം. വിത്തൗട്ട് പ്രോപ്പർ റിസർച്ച് യു കാൺട്ട് ചൂസ് എ ഗ്രേറ്റ് പ്രൊഫഷൻ. റിസർച്ച് നടത്താതെ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവിൻ്റെ, നിങ്ങളുടെ സ്കില്ലിൻ്റെ കോഴ്സുകൾ ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല, മറ്റുള്ള വേറെ ഏതെങ്കിലും രാജ്യത്ത് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സംസ്ഥാനത്ത് ചിലപ്പോൾ ഉണ്ടായേക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈ കോഴ്സിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ബുദ്ധിയും കഴിവും സാമർഥ്യമുള്ള ആളുകളായിരിക്കാം. ഐൻസ്റ്റീനും ന്യൂട്ടനും എഡിസണും ഈ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണോ? അവരൊക്കെ ഇത് ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പഠിച്ചിട്ടാണോ? ലോകത്ത് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ യഥാർത്ഥ കോഴ്സുകൾ ചൂസ് ചെയ്തിട്ട് അല്ല, നിങ്ങളുടെ കഴിവിനും ബുദ്ധിക്കും സാമർഥ്യത്തിനും സ്കില്ലിനും ആപ്റ്റിറ്റ്യൂഡിനും പറ്റിയ കോഴ്സസ് ഒക്കെ ഇവിടെ ഉണ്ടായി എന്ന് തന്നെ വരില്ല. ദെൻ വൈ യു ആർ ചൂസിങ് ദിസ്? നിങ്ങളുടെ ആവശ്യമില്ലാത്ത, നിങ്ങളുടെ ലൈഫിന് ഒരു ഗ്രോത്തും ഉണ്ടാക്കാത്ത, ഒരു ഉയർച്ചയും ഉണ്ടാക്കാത്ത കോഴ്സുകൾ എന്തിന് നിങ്ങൾ ചൂസ് ചെയ്യണം? റിസർച്ച് ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും റിസർച്ച് ചെയ്യണം. കാരണം നിങ്ങൾ റിസർച്ച് നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനും നിങ്ങളുടെ സ്കില്ലിനും ആവശ്യമായ കോഴ്സ് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളോട് ഈ ഒരു സംഭവത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്നെക്കൊണ്ട് കൊമേഴ്സിനെ കുറിച്ച്, എനിക്ക് കൊമേഴ്സിൻ്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച് അറിയാം. എനിക്ക് ഹ്യൂമാനിറ്റീസിനെ കുറിച്ചുള്ള അനന്തമായ സാധ്യതകളൊന്നും എനിക്കറിയില്ല. സയൻസിനെ കുറിച്ചുള്ള അനന്തമായ സാധ്യതകളെ കുറിച്ച്, പക്ഷെ കൊമേഴ്സിനെ കുറിച്ചുള്ള അനന്തമായ സാധ്യതകളെ കുറിച്ച് എനിക്കറിയാം. ഞാൻ ഓരോ കോഴ്സിനെ കുറിച്ചും, ഓരോ ജോബിനെ കുറിച്ചും, ഓരോരോ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചും കംപ്ലീറ്റ്ലി ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ അക്കാഡമിയുടെ ആപ്പിലും നമ്മളെ യൂട്യൂബ് ചാനലിലും ഒക്കെ അതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ മാക്സിമം ഇരുന്ന് കാണും. നിങ്ങൾ ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് മാത്രം ചൂസ് ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കില്ല. മൾട്ടിപ്പിൾ കോഴ്സ് ടാലൻറ്റ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കും, മൾട്ടിപ്പിൾ സ്കിൽസ് ഉള്ളവരായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം. മാക്സിമം പൊട്ടൻഷ്യൽ, മാക്സിമം റിസൾട്ട്. നിങ്ങൾ ജനിച്ചു പോയി നിങ്ങളുടേതായ കഴിവ്, നിങ്ങളുടേതായ സ്കില്ല്, നിങ്ങളുടേതായ ഗിഫ്റ്റ് നിങ്ങൾക്കുണ്ടാവും. യു ഹാവ് ടു യൂസ് ഇറ്റ് ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് യുവർ പൊട്ടൻഷ്യൽ. OUP ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് യുവർ പൊട്ടൻഷ്യൽ. നിങ്ങളുടെ പൊട്ടൻഷ്യലിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം സക്സസ്സിലോട്ട്, മാക്സിമം ഗ്രോത്തിലോട്ട് നിങ്ങൾ എത്തണം. കൊമേഴ്സിനെ കുറിച്ചുള്ള അനന്തമായ സാധ്യതകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ ഓരോ വീഡിയോസും ക്ലാസ്സും ഒക്കെ അതിനെക്കുറിച്ച് വെക്കും. ബട്ട് യു ഹാവ് ടു ഡൺ റിസർച്ച്. നിങ്ങൾ റിസർച്ച് ചെയ്യും. ഒരു പൊട്ടക്കിണറ്റിലെ തവളകളാകരുത് നമ്മൾ. ഒരുപാട് അനന്തമായ സാധ്യതകൾ ഈ ലോകത്ത് തുറന്നിട്ടുണ്ട്. വെറും ഒരു പൊട്ടക്കിണറ്റിലെ തളവില് മറ്റുള്ള അയൽവാസികളുടെയും നമ്മളെ ഫ്രണ്ട്സിൻ്റെയും ഒന്നും അഭിപ്രായങ്ങൾ മാത്രം കേട്ട് നമ്മളെ പ്രൊഫഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. യു ആർ ദ ആവറേജ് ഓഫ് 5% ദാറ്റ് യു സ്പെൻഡ് മോസ്റ്റ് ഓഫ് യുവർ ടൈം വിത്ത്. നിങ്ങളുടെ സമയം നിങ്ങളുടെ ആരുടെ കൂടെ ചെലവഴിക്കുന്നോ അതിൻ്റെ ഒരു ആവറേജ് ഗെയ് ആയിരിക്കും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യം. നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒക്കെ ആ രീതിയിലുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ പൊട്ടക്കിണറ്റിലെ തവളകൾ, അറ്റ്ലീസ്റ്റ് യു ആസ്ക് മീ, എന്നോടെങ്കിലും ചോദിക്കൂ. കൊമേഴ്സിനെ കുറിച്ചുള്ള സകലമായ സാധ്യതയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പേഴ്സണലി നിങ്ങൾ മെസ്സേജ് അയക്കൂ, വിളിക്കൂ, നമുക്ക് സംസാരിക്കാം. You have to done research. This is the 3 blunders that will destroy your future. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു പ്രൊഫഷനോ ഒരു കരിയറോ നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങളുടെ ഭാവി കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണ്? ഒന്നാമത്തത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സോ ഒരു പ്രൊഫഷനോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഡിസ്ട്രോയ് യുവർ ഫ്യൂച്ചർ. രണ്ടാമത്തത് നിങ്ങളുടെ ലാക്ക് ഓഫ് റിസർച്ച് ഇല്ലാതെ ഏതൊരു കോഴ്സും നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളെ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കും. കാരണം ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് റണ്ണിങ് ആഫ്റ്റർ മണി, അല്ലേ? മൂന്നാമത്തെ ബ്ലണ്ടർ എന്ന് പറയുന്നത് റണ്ണിങ് ആഫ്റ്റർ മണി. ഈ 3 ബ്ലണ്ടേഴ്സ്
പണത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനോ കോഴ്സോ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ഫ്യൂച്ചറെ നിങ്ങൾ ഇല്ലാതാക്കണം. ദയവ് ചെയ്ത് ഈ ഒരു പ്രൊഫഷൻ, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഭാവി ചൂസ് ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.